നമസ്കാരം. വൈശാഖം സമീറയും ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മൾ മലയാളികളെ, പ്രത്യേകിച്ചും പ്രവാസി മലയാളികളെ എന്നും അഭിമാനത്തിലെത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആരാണെന്ന് നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ള കാര്യം. തീർച്ചയായും പ്രവാസ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കുറച്ചു പേരെങ്കിലും ദൗർഭാഗ്യം ബാധിക്കും. അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ഒരുപക്ഷെ ഈ പ്രവാസ ജീവിതത്തിൽ തന്നെ അവരുടെ ജീവിതം പൊലിഞ്ഞു പോയേക്കാം. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ ശരീരം എങ്ങനെ അവരുടെ കുടുംബാംഗങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും? സോ ആ ഒരു മഹത്തായ കർമ്മം ചെയ്യുന്ന, ഇനി മുഖവരിയില്ലാതെ പറയാം, അഷ്റഫ് താമരശ്ശേരി, അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം ഇക്ക. ഒരുപാട് സന്തോഷമുണ്ട് ഇക്കനെ നമ്മുടെ ഗോൾഡ് എഫ്എമ്മിന്റെ ശ്രോതാക്കൾക്കും ഇപ്പൊ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആൾക്കാർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇക്കയുടെ ഈ ഒരു നന്മ പ്രവൃത്തി ശരിക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് താങ്കൾക്ക് ഒരു വലിയൊരു പുരസ്കാരം നൽകിയിട്ടുണ്ട്. പ്രവാസി ഭാരതി ദിവസത്തിന്റെ ഭാഗമായിട്ട് പ്രവാസി ഭാരതി സമ്മാൻ ലഭിച്ച ഒരു വ്യക്തിയാണ്. ഈ ഒരു പ്രവൃത്തിയിലേക്ക് എത്താനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യാത്ര ആരംഭിച്ചേക്കാം. ഞാൻ എൻ്റെ കൂട്ടുകാരനെ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ഷാർജയിൽ കുവൈത്ത് ഹോസ്പിറ്റലിൽ കാണാൻ പോയപ്പോ കണ്ട് പുറത്തിറങ്ങിയപ്പോ രണ്ടാളും കരിയുന്നത് കണ്ട ചെറുപ്പം. അപ്പൊ ഞാൻ ചെന്താ ഇതിന് പറഞ്ഞ അച്ഛൻ മരണപ്പെട്ടാണെന്ന് പറഞ്ഞു. കൊല്ലം പുനലൂരിൽ നിന്നുള്ള സ്ഥലത്തുള്ളവരവര്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കൂടി തരാമെന്ന് 4-5 ദിവസം കൊണ്ട് ആ ബോഡി കയറ്റി വിട്ട്. പിന്നെ അത് കഴിഞ്ഞ ഒരു 10-20 ദിവസം ഞാൻ ബംഗ്ലാദേശ് വെച്ച് സൂപ്പർ മാർക്കറ്റിൽ നമ്പർ കൊടുത്ത്, അതും പേജറാള്, നമ്പറില്ല. അങ്ങനെ ഞാൻ പോയി അതും കയറ്റി വിട്ടു. അങ്ങനെയാണ് ഇതിൽ ഇറങ്ങിയ കാരണം. ഇതുവരെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അറൌണ്ട് 16 വർഷത്തോളമായല്ലേ ഈ ഒരു മൃതശരീരങ്ങൾ നാട്ടിലേക്ക് അയക്കുന്ന ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്നത്. എത്ര ശവശരീരങ്ങൾ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്? ഈ 2016 ആയപ്പോ 3856 ആളാ. 3856. 3856 അല്ലേ? അയ്യോ, അത്രയധികം മൃതശരീരങ്ങളാണ് ഇവിടുന്ന് അയച്ചിരിക്കുന്നത്. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് പറ്റുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പൊ ഒരാള് റൂമിൽ നിന്ന് മരണപ്പെട്ടാല് ആദ്യം നമ്മൾ പോലീസിനെ വിളിക്കാം. പോലീസ് ആംബുലൻസ് വരും, അവര് നോക്കും മരണപ്പെട്ടു അല്ലേ. അപ്പൊ അവര് വന്ന് മരണപ്പെട്ടു അവരെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് ഹോസ്പിറ്റലിൽ നിന്ന് ഫോറൻസിക്കിലേക്ക് മാറ്റും. എന്നിട്ട് അവിടുന്ന് കോർട്ടുണ്ട്, അതായത് കോർട്ടിലെ ഡോക്ടർമാരെ ചെക്ക് ചെയ്യും ഇതെങ്ങനെ മരിച്ചു. എന്നിട്ട് നമുക്ക് അത് പോലീസ് ഏത് പരിധിയാണെന്ന് വെച്ചാൽ ആ പോലീസ് പോവാം. അവിടുന്ന് ലെറ്റർ തരും. ആ ലെറ്ററുമായിട്ട് നമ്മൾ കോർട്ടിൽ പോയാൽ കോർട്ട് ക്ലിയറൻസ് തരും. അതുമായിട്ട് ആദ്യം ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാം. പിന്നെ CID ഓഫീസിൽ പോയി ലെറ്റർ വാങ്ങാം. പിന്നെ വിസ ക്യാൻസൽ ചെയ്യാം. പിന്നെ എംബസി ക്യാൻസൽ ചെയ്യാം, പാസ്പോർട്ട്. പിന്നെ ദുബായ് പോലീസ് പോവുക, ആംബുലൻസ് പോവുക, വൽദിയർ, പിന്നെ എംബാസി സെന്ററിൽ പോവുക. പിന്നെ കാർഗോയിൽ പോയിട്ട് പെർമിഷൻ വാങ്ങാം, ടിക്കറ്റ് എടുക്കാം. പിന്നെ രണ്ടാമത് എംബാസി ചെയ്തിട്ട് ഒന്നുകൂടി എംബസി പോവുക. ആ ലോകത്തുള്ള ഒരു എംബസിക്ക് നിയമമല്ല, നമ്മൾ ഇന്ത്യൻ എംബസിക്ക് ആ നിയമമുള്ളൂ. ഞാൻ 38 രാജ്യത്തുള്ള കൺസേറ്റ് പോയിക്കുന്നത്. 37 പ്രശ്നമല്ല, നമ്മൾ ഇന്ത്യൻ കൺസേറ്റിനുള്ള പ്രശ്നം. കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു വലിയ പ്രൊസീജിയറാണ്. ഒരുപാട് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതൊക്കെ ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണോ? 4500 ഷാർജയിൽ നിന്ന് വിടുകയാണെങ്കിൽ 4500-5000 ദിർഹംസ് വരും. ദുബായിൽ നിന്നാണ് 7000-1500 ദിർഹംസ് ആ റേഞ്ചിൽ വരും. ഏത് എമിറേറ്റുകളിലാണോ അതാത് എമിറേറ്റുകളിലെ ഓഫീസിലാണോ പോകേണ്ടത്? അല്ല, ഈ ഷാർജ എല്ലാത്തും ദുബായിട്ട് ബന്ധപ്പെടണം. അബുദാബിയും അല്ലെങ്കിലും ദുബായിട്ട് ബന്ധപ്പെടണ്ട. അതാണ് നമ്മുടെ ബാക്കി എല്ലാത്തിനും ബന്ധപ്പെടണം. ഇപ്പൊ അജ്മാനിലോ വേറെ ഏതെങ്കിലും ഉമ്മൽഖൈനോ ഒക്കെ ആണെങ്കിൽ അവര് ഷാർജയോ? അല്ല, ദുബായും ഷാർജ, അജ്മാനും ഉമ്മൽഖൈനും ഫുജൈറ എംബാം ചെയ്യുന്ന സ്ഥലം ഇക്ക. പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഈ എംബാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. കാരണം ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും ഒരു മരിച്ചിട്ട് കൊണ്ടുവരുവാണെങ്കിൽ ശരീരം എംബാം ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു കാര്യം അറിയാം. പക്ഷെ പലരുടെ ഒരു ധാരണ നമ്മുടെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഈ ഒരു ശവശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഒരു ഡൗട്ട് പലർക്കും ഉണ്ട്. ശരിക്കും എന്താണ് ഈ എംബാമിംഗിന്റെ സമയത്ത് ചെയ്യുന്നത്? ഇവിടെ GCC ഇല്ല. അവര് ഒരു ഇഞ്ചക്ഷൻ വെക്കാറില്ല. ഈ നരമ്പിൽ ഇഞ്ചക്ഷൻ വെക്കല്ല, കഴുത്തിനൂടെ വെക്കും, മരുന്ന് കയറ്റി ചെയ്യാം. അതാണ് എംബാമിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ മൃതശരീരത്തിനടുത്ത് പോലും പലപ്പോഴും ഇന്ത്യൻ സർക്കാർ ഒരു ബഹുമാനം കാണിക്കാത്തതായിട്ട് തോന്നാറുണ്ട്, അതിന്റെ വിലയിടുന്നത് പോലും. അതിനെക്കുറിച്ച് എന്തൊക്കെ പറയാനുള്ളത്? നമ്മുടെ അടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. അവിടുത്തെ ഈ ഷൈനർ, ബ്ലൂ എയർ, ഇതിനൊക്കെ ബോഡിക്ക് പൈസ ഉണ്ട. നമ്മൾ എയർ ഇന്ത്യ ആണ് ഈ ബോഡി കൊണ്ട് തൂക്കിയിട്ട് പൈസ ഇറച്ചി. ഭയങ്കര തെറ്റാ. ഞാൻ അവരോട് എല്ലാരോടും പറഞ്ഞിട്ട് ഞാൻ ഒറ്റ പറഞ്ഞിട്ട് ഇത് നേടിയെടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ബോംബെ, ഡൽഹി 1 കിലോ ഫ്രൂട്ട്സ് ദുബായി ഇറക്കണം 3 ദിർഹംസ് മതി. ഒരു പ്രവാസി വെച്ചാൽ 18 ദിർഹംസ് ആണ് അവന്റെ ഇറച്ചിക്ക്. അത് ഇവിടുത്തെ നിയമം. അതായത് 1 കിലോയ്ക്ക് 18 ദിർഹംസ്. കാണുന്ന ആൾക്കാർ മനസ്സിലാക്കുക. അതായത് ഇവിടുന്ന് ഒരാള് മരിച്ച് ആ ഒരു വ്യക്തിയുടെ ശവശരീരം നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ
കിലോക്കനുസരിച്ചാണ് ഇന്ത്യൻ എയർലൈൻസ്, അതായത് ഇന്ത്യയിൽ നിന്നുള്ള എയർലൈനുകളൊക്കെ തന്നെ ചാർജ് ചെയ്യുന്നതും 1 കിലോയ്ക്ക് 18 ദിറം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബോംബെ, ഡൽഹി അവിടെ 1 കിലോ ഫ്രൂട്ട്സ് ദുബായ് ഇറക്കണം 3 ദിറംസ് മതി. ഒരു പ്രവാസി വെച്ചാൽ 18 ദിറംസ് ആണ് അവന്റെ ഇറച്ചിക്ക്. അത് ഇവിടുത്തെ നിയമം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യന്റെ മൃതശരീരത്തിന് ഇടുന്ന വിലയാണ് ഈ പറയുന്നത്. അത് ഇക്കൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യ പ്രാന്തനോട് പറഞ്ഞിരിക്കുന്നു. ഇപ്പോ BKCന് ലെറ്റർ കൊടുത്തിരിക്കുന്നു. പക്ഷെ ഞാൻ സ്വന്തം ഇതിന്റെ ആടെത്തുമ്പോ ഒറ്റ കൈ പോവാ. അതിന്റെ എല്ലാ സംഘടനയും എല്ലാവർക്കും മരിക്കണ്ടല്ലോ. അപ്പൊ എല്ലാവരും കൂടി കൊടുത്തല്ലേ ഇന്ത്യൻ എന്തെങ്കിലും പ്രതികരിച്ചാൽ ഇതിന് തൂക്കിയുള്ള പൈസ ഒഴിവാക്കി 1000 ദിറംസ് വാങ്ങിച്ചോട്ടെ. മനുഷ്യർ അനീതി കാണിക്കാണ്ട് ഒരു ഇന്ത്യ ഗവൺമെന്റ് ചെയ്യണമെന്ന അഭിപ്രായക്കാരനാണ്. ഓക്കെ, ഈ പറയുന്ന പോലെ എയർ ഇന്ത്യക്കാണോ 18 ദിറംസ് നമ്മൾ കൊടുക്കേണ്ടത്? മറ്റ് എയർലൈനുകളൊക്കെ കൊണ്ടുപോകുന്നതിന് എങ്ങനെയാണ്? പിന്നെ എയർ ഇന്ത്യക്കാർ കയറ്റും. അവരോടൊപ്പം പറഞ്ഞാൽ നമ്മൾ പൈസ ഇല്ലാത്തവരും പൈസ കുറച്ച് തരും. അയ്യോ, അതൊരു മര്യാദ എയർ ഇന്ത്യക്കാർ കാണിക്കില്ല. നമ്മള് UAE പ്രവാസികളായിട്ട് എത്തുന്ന ആൾക്കാർ പല വിശ്വാസത്തിൽ, പല മതങ്ങളിൽ പെടുന്ന, പല ജാതിയിലുള്ള ആൾക്കാരാണ് എത്തുന്നത്. അപ്പം മരണം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഏത് സമയത്തും പിടികൂടാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും പല വിശ്വാസങ്ങളിൽ പെടുന്ന ആൾക്കാർ ഇവിടെ മരിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ കർമ്മങ്ങളോ അല്ലെങ്കിൽ ഇവിടെ തന്നെ അടക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടോ, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവസ്ഥ? ഇവിടെ മുസ്ലിംസ് ആരും ഹിന്ദു ആരും ക്രിസ്ത്യാനി അവരാ മത ആചാരപ്രകാരം ചെയ്തിട്ട് അർപ്പണം ചെയ്യാം. പ്രാർത്ഥന കാര്യമൊക്കെ ചെയ്യാം. അതിനുവേണ്ടി പ്രത്യേക സ്ഥലങ്ങളൊക്കെ സ്ഥലമുണ്ട്. എല്ലാത്തിനും മെമ്പർ സ്ഥലമുണ്ട്. ഹിന്ദു വിശ്വാസത്തിലുള്ളവരാണെങ്കിൽ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ളൊരു അവസരമൊക്കെ ഉണ്ട്. ഓക്കെ, എവിടെയാണ് അങ്ങനത്തെ സ്ഥലം? ഷാർജയിലുണ്ട്, സജയിലുണ്ട്. ഇക്ക, നമ്മൾ പല സമയത്തും ഈ അടുത്തിടെ ഒരു സിനിമ കണ്ട സമയത്ത് പലർക്കും ഒരു ഡൗട്ട് തോന്നി. ലോഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ, അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ശവശരീരത്തിനുള്ളിൽ സ്വർണം കടത്തുന്നവരുടെ ഒരു കഥയാണ് ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയോ അല്ലെങ്കിൽ ഇക്കയുടെ അറിവിലുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ? പക്ഷേ അറിവിൽ അത് ചെയ്തുടാന്നില്ല, ചെയ്യും. മനുഷ്യന്മാർക്ക് പൈസ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ പഠിക്കാത്ത ലോകമാണ്. പക്ഷെ ഞാൻ ഇത് പെട്ടി അടിച്ചിട്ട് എയർപോർട്ടിൽ എത്തിയാൽ ഞാൻ ഇതിന്റെ കൂടെ നിൽക്കും. അപ്പൊ ഇതൊരു പ്രശ്നം ആര് വന്നാലും എന്ത് പറഞ്ഞാൽ അംഗീകരിക്കില്ല. ഞാൻ മാറിക്കൂല. മാറിക്കാൻ പ്രശ്നം എനിക്കറിയാം. പല ആളുകളോട് പറയുകയും ചെയ്തിട്ട് അത്രക്കാൻ ചെയ്യുമ്പോൾ 1-2 പ്രാവശ്യം ചെയ്താൽ പോരെ, ഞാൻ ഇന്നലെക്കകത്തൊരു പൈസ വേണ്ട. നമ്മൾ ഈ അടുത്തിടെ ഒരു വാർത്ത കേട്ടു, അതായത് പ്രായം കുറഞ്ഞ ആൾക്കാരാണ്, പ്രത്യേകിച്ചും 40 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് കൂടുതലും മരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഇക്ക ഇങ്ങനെ ഒരു കാര്യം, ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇക്ക ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. എന്തായിരിക്കും ശരിക്കും ഇങ്ങനെ ചെറുപ്പക്കാർ ഇവിടെ മരണമടയാൻ കൂടുതൽ കാരണം? കൂടുതൽ കാരണം വെച്ചാല് ഡോക്ടർമാർ പറയൂ ഈ വ്യായാമം കുറവാണ്. അത് പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ അതല്ല. 18 വർഷം നടന്ന ആൾ നടക്കുമ്പോൾ മരണപ്പെട്ടത് വ്യായാമം കുറവുകൊണ്ടല്ല. ഈ ടെൻഷൻ കൊണ്ടാണ് ഈ ആളുകൾ മരണപ്പെടുന്നത്. ഇപ്പം ഈ 2016 400 മലയാളികൾ മരിച്ചിരിക്കുന്നു. അതിലൊക്കെ 40 വയസ്സിന് താഴെയുള്ളവരാ. കുറഞ്ഞ ആളുകളേ ഉള്ളൂ, 40-45 വയസ്സുള്ളവർ. ഇന്നലെ ഇപ്പോ ഇവിടെ മരണപ്പെട്ട ഒരു 28 വയസ്സുള്ള 30 വയസ്സുള്ള സ്ത്രീയാ. ഒക്കെ ചെറുപ്പക്കാരാണ് മരണപ്പെടുന്നത്. ടെൻഷനാണ്. ഇതിന്റെ പുറകിൽ നോക്കുമ്പോ വീട്ടിൽ പ്രശ്നം, അല്ലെ കുടുംബത്തെ പ്രശ്നം, അല്ലെ ചെക്ക് കേസ്, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, ജോലി പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം ഉണ്ട്. ഇപ്പൊ ഇക്കയുടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഒരുപാട് പേർക്ക് ചിലപ്പോഴെങ്കിലും ഒരു ആഗ്രഹം കാണുമായിരിക്കും ഒന്ന് ഇക്കയെ വിളിച്ച് സംസാരിക്കുക. അതല്ലെങ്കിൽ ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ പോലും ഇക്കയുടെ നമ്പർ വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. 055-388-6727. മലയാളികൾക്ക് അഭിമാനമുണ്ടാക്കുന്ന അഷ്റഫ് താമരശ്ശേരി, അഷ്റഫ് ഖാന്റെ വീട്ടിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. ശരിക്കും ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോഴത്തേക്ക് കുറച്ചൊന്നും ഞെട്ടിപ്പോയി. കാരണം ചുറ്റിലും നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും പ്രശസ്തി പത്രങ്ങളും മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇതാണല്ലേ പറഞ്ഞ 400ഓളം വരുന്ന അവാർഡുകൾ എന്റെ കയ്യിലിരിക്കുന്നതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ്. ആരായിരുന്നു ഇതെന്ന്? ഇത് വൈസ് പ്രസിഡന്റ്. ഓക്കെ, അതിന്റെ പ്രശസ്തി പത്രം നമുക്ക് കാണാം, ഷോറിൽ വെച്ചിട്ടുണ്ട്. എനിക്കൊക്കെ ആ ഒരു സമ്മാനം കിട്ടിയ വേദിയുടെ ഒക്കെ പിക്ചേഴ്സ് ഷോറിലുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാണ് അഷ്റഫ് താമരശ്ശേരി. ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന അഷ്റഫിക്കെ പോലെയുള്ള ആൾക്കാർ ഇനിയും വരട്ടെ. ഇക്ക ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ. ഗോൾഡ് എഫ്എമ്മിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം നന്ദി അറിയിക്കുകയാണ്. എന്റെ ഭാഗം എല്ലാം നന്ദി.